കെപിസിസി പുനഃസംഘടനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നാടകീയ നീക്കങ്ങൾ. തന്റെ നോമിനികളെ പരിഗണിക്കാത്തതിൽ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ വിശ്വാസ സംരക്ഷണ ജാഥ ബഹിഷ്കരിക്കാനിരുന്ന കെ മുരളീധരനെ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചു. മുരളീധരൻ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിക്കാമെന്ന് നേതൃത്വം ഉറപ്പു നൽകി എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം പുനഃസംഘടനയിൽ ഇത്രയും തൃപ്തി മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നാണ് കെപിസിസി മുൻ അധ്യക്ഷൻ കെ സുധാകരന്റെ പരിഹാസം. ഒന്നും അനുടയ്ക്കൊന്നും കിട്ടൂല, നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പരിപാടിക്ക് വന്നതാണ് കേട്ടോ. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പുനഃസംഘടനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതുണ്ടെങ്കിൽ പറയും. അല്ല, വേറെ വല്ലതുണ്ടെങ്കിൽ പറയും. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. ഈ ചോദ്യത്തിന് മറുപടിയില്ല, മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാണുന്നില്ല. സൂരജ് സജി തൃശ്ശൂരിൽ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ സർക്കാരിനെതിരെ ഇത്രയും നല്ലൊരു സമയം, അത് ആ രീതിയിൽ ആക്രമിക്കാൻ കിട്ടിയ സമയം, ആ രീതിയിൽ വേണ്ട പോലെ കോൺഗ്രസിനും യു ഡി എഫിനും ഉപയോഗിക്കാൻ കഴിയുന്ന സമയം, ആ ഘട്ടത്തിലാണ് വീണ്ടും എന്നത്തെയും പോലെ ആ പാർട്ടിയിലെ പുനഃസംഘടന വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ എടുത്ത നിലപാട്, വിശ്വാസ സംരക്ഷണ യാത്രയുടെ 12 സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട്, അതിൽ നേതൃത്വം ഇടപെടേണ്ടി വരുന്ന അവസ്ഥ, കെ സുധാകരന്റെ പരിഹാസം, ഈ രീതിയിൽ ക്ഷുഭിതനായി സംസാരിക്കേണ്ടി വരുന്ന വി ഡി സതീശൻ, അങ്ങനെ വീണ്ടും ഇതേ വിഷയം, അത് കോൺഗ്രസിനെ കുറച്ചൊന്നുമല്ല ഉലയ്ക്കുന്നത്. എന്താണ് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തായിരുന്നു കെ മുരളീധരന്റെ പ്രശ്നം? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത കാലത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരുന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റം, അത് എല്ലാ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തും കോൺഗ്രസിന് കൈവരിക്കാനാകുകയും, അത് ശബരിമല വിഷയമാകട്ടെ, തുടർന്നുണ്ടായ ഷാഫി പറമ്പിൽ വിഷയമാകട്ടെ, സമാനതകളില്ലാത്ത ഒരു സമരവേലിയേറ്റത്തിനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത്. അതിനിടയിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നതും. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തന്നെ ഈ സമരമുഖത്തേക്ക് എത്തുന്നു. പിന്നീടാണ് BJP പോലും ഈ സമരമുഖത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ പല മേഖലകൾ തിരിച്ചുകൊണ്ട് കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മേഖലാ ജാഥകളിലേക്ക് അടക്കം കോൺഗ്രസ് കടന്നു. പക്ഷേ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പുനഃസംഘടനാ പട്ടിക വരുന്നു. തൊട്ടു പിന്നാലെ വലിയ അതൃപ്തി, അത് നേതാക്കൾക്കിടയിൽ പുകഞ്ഞ പൊട്ടുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്നലെയൊക്കെ വി ഡി സതീശനാകട്ടെ, ഇന്നാകട്ടെ, വി ഡി സതീശനൊന്നും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തുറന്ന് പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും കടുത്ത അതൃപ്തിയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. സുധാകരനാകട്ടെ, കെ സുധാകരനും കടുത്ത അതൃപ്തിയിലാണുള്ളത്. അതിനിടയിലാണ് കെ മുരളീധരൻ തന്റെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ജാഥയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയത് എന്നുള്ളത് വേണം നമ്മൾ നോക്കിക്കാണാൻ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹം ഗുരുവായൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. പിന്നീട് ഫോൺ ഓഫ് ചെയ്ത ശേഷം അദ്ദേഹം അവിടെ കഴിയുകയായിരുന്നു. ഇന്ന് ഈ ജാഥയുടെ വേദിയിലേക്ക് അദ്ദേഹം എത്തില്ല എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നതോടുകൂടിയാണ് KC വേണുഗോപാൽ അടക്കം ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരുന്നതിലേക്ക് ഒരു ഇടപെടൽ നടത്തിയത്. പ്രജിൻ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ അദ്ദേഹത്തിന്റെ നോമിനികളെ പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, നിലവിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ തോൽവിക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ ഈ പട്ടികയിൽ പെടുത്തി എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ നീരസത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂരിനെ ഈ KPCC പട്ടികയിൽ ഒരു പ്രധാന പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അത് ഇന്നലെ തന്നെ കെ മുരളീധരൻ പരസ്യമായി അതിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഈ വിഷയങ്ങളിലെല്ലാം ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അതിനകത്ത് KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ഒരു നീരസമാണ് കെ മുരളീധരനുള്ളത്. എന്തായാലും KC വേണുഗോപാലുമായി നടത്തിയ ചർച്ചയിൽ 22-ന് കെ മുരളീധരന്റെ വീട്ടിലെത്തി ഈ വിഷയങ്ങൾ സംസാരിക്കാമെന്ന് KC ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പന്തളത്തേക്ക് മടങ്ങിയിരിക്കുന്നത്. 7 മണിയോടുകൂടി പന്തളത്തെത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.